ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഇതിനൊക്കെ നിറം വരച്ചാലോ? നിങ്ങൾക്കിഷ്ടപ്പെട്ട നിറങ്ങൾ വരച്ച് ഈ ചിത്രത്തെ മനോഹരമാക്കാമോ? ഒരു വീട്, പശു, പൂച്ച, കോഴി, കോഴിക്കുട്ടികൾ, മുയൽ, നായ, താറാവ്, കിളി അല്ലേ? ഇതിനൊക്കെ യോജിച്ച നിറം കൊടുത്ത് ഈ ചിത്രം മനോഹരമാക്കാൻ പറ്റുമോ കൂട്ടുകാർക്ക്? നമുക്കിതിനെ ചിത്രത്തെ മനോഹരമാക്കിയാലോ? കൂട്ടുകാരെ, ഈ ചിത്രം നല്ല ഭംഗിയിൽ ക്രയോൺസ് ഉപയോഗിച്ച് വരച്ച് മനോഹരമാക്കണേ. ഇനി നമുക്ക് 3 കുട്ടികളെ കണ്ടോ ഇവിടെ? ഇവരെന്താ കഴിക്കുന്നത്? ഈ കുട്ടി മുട്ട കഴിക്കുകയാണല്ലേ. ഈ കുട്ടി എന്താ കഴിക്കുന്നത്? ഈ കുട്ടി പാല് കുടിക്കുകയാണ്. ഈ കുട്ടിയോ ഇറച്ചി തിന്നുകയാണല്ലേ. അപ്പോൾ മുട്ട തരുന്നതും പാല് തരുന്നതും ഇറച്ചി തരുന്നതും ആരൊക്കെയാണ്? ഈ ചിത്രത്തിൽ നിന്ന് പറയാമോ? ആരാണ് നിങ്ങൾക്ക് മുട്ട തരുന്നത്? കോഴിയും താറാവുമാണ് മുട്ട തരുന്നത് അല്ലേ. ആരാണ് പാല് തരുന്നത്? പാല് തരുന്നത് പശുവും ആടുമൊക്കെയാണല്ലേ. ഇനി ഇറച്ചി തരുന്നത് ആരൊക്കെയാണ്? നിങ്ങൾ ഇറച്ചിക്കായിട്ട് ആരൊക്കെയാണ് വളർത്തുക? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് നമ്മൾ ഇവിടെ എഴുതണം. ഇവിടെ എന്താണ്? മുട്ട തരുന്നത് കോഴി, താറാവ്, പാല് തരുന്നത് പശു, ഇറച്ചി തരുന്നത് ഇതെന്തിൻ്റെ ഇറച്ചിയാ? കോഴിയുടെയാണല്ലേ. അപ്പോൾ കോഴി, താറാവ്. ഓക്കെ, എന്താണിത്? ഇതുപോലെ നിങ്ങൾ മീനെ വളർത്തിയിട്ടുണ്ടോ? ഇങ്ങനെ മീനെ വളർത്തിയിട്ടുണ്ടോ? കൂട്ടുകാരെ, ഇതുപോലൊക്കെ മീനെ വളർത്തുന്ന നല്ല രസമാണ് കേട്ടോ. അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്ന മീനുകളാണല്ലേ. ഇങ്ങനെ മീനുകളെയും നമ്മൾ വളർത്താറുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതാണ് മുയലിനെ അല്ലേ. മുയലിനെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇനി നമുക്ക് ഒരു കഥ പറഞ്ഞാലോ? നോക്കൂ, എന്തൊക്കെയാണ് ചിത്രത്തിൽ? ഒരു കടുവ, പിന്നെ കിളി, ഒരു നായക്കുട്ടി, ഒരു ചെക്കൻ അല്ലേ. ഈ കഥ വായിച്ച് ഈ കഥയ്ക്ക് നല്ലൊരു പേര് കൂട്ടുകാരിടണേ. ഇനി നമുക്ക് കഥ കേട്ടാലോ? കായ് തേടി അവർ നടന്നു, കാട്ടിലൂടെ നടന്നു, ചൊക്കൻ മുന്നിൽ, കാർത്തി പിന്നിൽ. നോക്കൂ, കായ് തേടിയിട്ട് കാട്ടിലൂടെ നടക്കാണ്. ആരാണ് മുന്നിൽ? ചൊക്കൻ മുന്നിലേ. അപ്പം ഈ നായക്കുട്ടിയുടെ പേരാണ് ചൊക്കൻ. ചൊക്കൻ മുന്നിലും, പിന്നിൽ ആരാ നടക്കുന്നത്? കാർത്തി പിന്നിലും. ഈ കുട്ടിയുടെ പേരാണ് കാർത്തി. അവരെന്ത് തേടി നടക്കുന്നത്? ഒരു കായ് തേടി കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇനി നമുക്ക് വായിക്കാം. ചൊക്കൻ നിന്നു, ചെവി കൂർപ്പിച്ചു. അതാ ഒരു കടുവ. ചൊക്കനെ കണ്ടോ? ചൊക്കൻ നിന്നു. ചൊക്കൻ നായ എന്താണ് അവിടെ നിന്നു. എന്നിട്ട് ചെവിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ച് എന്തോ ശ്രദ്ധിച്ചു അല്ലേ. അപ്പോൾ ഈ നായക്കുട്ടി കണ്ടു, ചൊക്കൻ എന്ന ഈ നായക്കുട്ടി കണ്ടു. എന്ത് കണ്ടു? അതാ അവിടെ ഒരു കടുവ. കണ്ടോ? കടുവേനെ കണ്ടോ? പിറ്റേന്ന് ചൊക്കൻ വന്നു. ചൊക്കൻ വിളിച്ചു. കാർത്തി പിന്നാലെ പോയി. അതാ മരച്ചുവട്ടിൽ കുട്ടുറുവൻ കിളി. കാർത്തി കിളിയെ എടുത്തു, വെള്ളം കൊടുത്തു. കിളി പറന്നുപോയി. ചൊക്കൻ വാലാട്ടി. ചൊക്കൻ ആളു കൊള്ളാമല്ലോ. ആര് പറഞ്ഞു? തേനീച്ച പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ചൊക്കൻ നായ വിളിച്ചു. ആരെ? ചൊക്കൻ നായ കാർത്തിയെ വിളിച്ചു. അങ്ങനെ കാർത്തിയും ചൊക്കൻ നായയും കൂടിയിട്ടിങ്ങനെ പോയി. കാർത്തി പിന്നാലെ ചൊക്കൻ നായയുടെ പിന്നാലെ പോയി. അതാ മരച്ചുവട്ടിൽ കുട്ടുറുവൻ കിളി. മരച്ചുവട്ടിലെ കുട്ടുറുവൻ കിളി ഇരിക്കണോ. കാർത്തി കിളിയെ എടുത്തു. പാവം കിളി വെള്ളം കിട്ടാതെ ദാഹിച്ചിരിക്കാവൂലേ.
കാർത്തി ഓടിച്ചെന്ന് കുറച്ച് വെള്ളമെടുത്ത് കിളിക്ക് കൊടുത്തു. കിളി വെള്ളം കുടിച്ചിട്ട് പറന്നു പോയി. ചൊക്കൻ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ചൊക്കൻ ആരാ? നായ അല്ലേ? നായയ്ക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നായയുടെ സന്തോഷവും സ്നേഹമൊക്കെ കാണിക്കാനായിട്ട് ആ വാലൊക്കെ ഇങ്ങനെ ആട്ടി. ഇത് കണ്ട തേനീച്ച തേനീച്ച പറയാണ്, ചൊക്കൻ ആള് കൊള്ളാമല്ലോ അല്ലേ? ചൊക്കനെ മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായിനേ. അപ്പോൾ ചൊക്കൻ ഇങ്ങനെ സ്നേഹത്തോടെ വാലാട്ടിയപ്പോൾ തേനീച്ച ഇത് കണ്ടു. അപ്പോൾ തേനീച്ച പറയാണ്, ചൊക്കൻ ആള് കൊള്ളാമല്ലോ. ഈ കഥയ്ക്ക് തലക്കെട്ടെഴുതുക, വരയും വരിയും പൊരുത്തപ്പെടുത്താമോ? ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു തലക്കെട്ട്, കഥയ്ക്കൊരു ഹെഡിങ് എന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? ചൊക്കനും കാർത്തിയും അല്ലേ? അല്ലെങ്കിലോ ഒരു കടുവ. ഈ കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെഡിങ് നിങ്ങൾ എഴുതണേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.